തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകുമ്പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടുമ്പോ വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. പ്രിയമുള്ളവരെ, പഴയ ഒരു ഓട്ടക്കുടത്തിൻ്റെ കഥ ഓർമ്മിപ്പിക്കാം. ഒരു തോട്ടക്കാരന് 2 കുടങ്ങളുണ്ടായിരുന്നു. എല്ലാ ദിവസവും പുഴയിൽ നിന്ന് 2 കുടത്തിലും വെള്ളം കോരി തൻ്റെ തോട്ടത്തെ നനയ്ക്കുമായിരുന്നു. നനയെല്ലാം കഴിഞ്ഞ് 2 കുടങ്ങളെയും തോട്ടത്തിൻ്റെ ഒരറ്റത്ത് കൊണ്ടുപോയി തോട്ടക്കാരൻ വെക്കും. തോട്ടക്കാരൻ പോയി കഴിഞ്ഞാൽ പിന്നെ കുടങ്ങളുടെ സംസാരമാണ്. ഒരിക്കൽ നമ്മുടെ കുടത്തിൽ ഒരെണ്ണത്തിന് ഒരു ചിന്നൽ വീണു, ഒരു ഓട്ട വീണു. എങ്കിലും തോട്ടക്കാരൻ ഈ കുടത്തെ കളഞ്ഞില്ല. ഒരു ദിവസം സംസാരത്തിൻ്റെ ഇടയ്ക്ക് നല്ല കുടം ഈ ചിന്നിയ കുടത്തോട് പറഞ്ഞു, നിന്നെ ഇനി ഒന്നിനും കൊള്ളില്ല, നിന്നെക്കൊണ്ട് യജമാനന് ഒരു ഉപകാരവുമില്ല, നിനക്ക് പോയി കൊടുത്തൂടെ? എന്നെ നോക്ക്, എനിക്ക് ഒരു കുഴപ്പമില്ല. നിന്നെ നിറയെ വെള്ളം എടുത്തുകൊണ്ട് തോട്ടത്തിലേക്ക് വന്നാലും തോട്ടത്തിലെത്തുമ്പോൾ നിൻ്റെ ഉള്ളിൽ കാൽഭാഗം മാത്രമേ വെള്ളം ഉണ്ടാവുള്ളൂ. ഒരു പ്രയോജനമില്ലാതെ തോട്ടക്കാരന് ഉപദ്രവമായിട്ട് എന്തിനാ നീ ഇങ്ങനെ തുടരുന്നത്? ചിന്നിയ കുടത്തിന് സങ്കടമായി. ഇതെല്ലാ ദിവസവും ഇത് തന്നെ കേട്ട് കഴിഞ്ഞപ്പോൾ ചിന്നിയ കുടം യജമാനൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, യജമാനെ, എന്നെ കളഞ്ഞേക്ക്, ഞാനൊരു ചിന്നിയ കുടമാണ്, എന്നെക്കൊണ്ട് അങ്ങേക്ക് ഒരു ഉപകാരമില്ല. തോട്ടക്കാരൻ പറഞ്ഞു, നീ അതേക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട, നീ തൽക്കാലം പോയി നിൻ്റെ സ്ഥലത്തിരിക്കുക, ഞാൻ നോക്കിക്കോളാം. ചിന്നിയ കുടത്തിന് ചെറിയൊരു സന്തോഷമൊക്കെ വന്നു. തിരിച്ചു വന്ന് വളരെ സന്തോഷത്തോടെ ഇരിക്കുന്ന ഈ നല്ല കുടത്തോട് ചിന്നിയ കുടം പറഞ്ഞു, യജമാൻ എന്നോട് വിഷമിക്കണ്ടെന്ന് പറഞ്ഞു. വീണ്ടും തുടർന്ന് ദിവസങ്ങൾ പോയിക്കൊണ്ടിരുന്നു. പിന്നെയും നല്ല കുടം ഈ ചിന്നിയ കുടത്തെ കളിയാക്കൽ തുടരുകയാണ്. യജമാനൻ അങ്ങനെ പറയും, നിൻ്റെ മര്യാദ അനുസരിച്ച് നീ പോയി കൊടുക്കുകയല്ലേ വേണ്ടത്, പുതിയ കുടം വാങ്ങിക്കട്ടെ. സങ്കടം കൂടിക്കൂടി വന്നപ്പോൾ വീണ്ടും ചിന്നിയ കുടം യജമാനൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, എന്നെ കളഞ്ഞേക്ക്, ഇനി എന്നെ കൊണ്ട് നടക്കണ്ട, ഞാനൊരു ഉപകാരമില്ലാത്ത കുടമാണ്. അങ്ങനെ വളരെ ശക്തമായിട്ട് പറഞ്ഞപ്പോൾ തോട്ടക്കാരൻ ചിന്നിയ കുടത്തോട് പറഞ്ഞു, നീ എൻ്റെ കൂടെ വാ, ഞാൻ നിന്നെ ഒരു കാര്യം കാട്ടിത്തരാം. എല്ലാ ദിവസവും പുഴയിൽ നിന്നും തോട്ടത്തിലേക്ക് വെള്ളം എടുത്തു കൊണ്ടുപോകുന്ന വഴിത്താരയിൽ കൊണ്ടുപോയി നിർത്തി. എന്നിട്ട് ഈ യജമാനൻ ചിന്നിയ കുടത്തോട് ചോദിച്ചു, എല്ലാ ദിവസവും വെള്ളം എടുത്തുകൊണ്ട് പോകുമ്പോൾ ഞാൻ നിന്നെ ഏത് കയ്യിലാണ് പിടിക്കാറുള്ളത്? ചിന്നിയ കുടം പറഞ്ഞു, വലത്തു കയ്യിൽ. നിന്നെ പിടിക്കുന്ന ആ വലത്തു വശത്തേക്ക്, വഴിത്താരയുടെ വലത്തു വശത്തേക്ക് നോക്ക്. ചിന്നിയ കുടം നോക്കിയപ്പോൾ കണ്ടത് വഴിയുടെ വലത്തുവശം മുഴുവൻ നിറയെ പൂവിട്ട് നിൽക്കുന്ന ചെടികൾ. യജമാനൻ പറഞ്ഞു, ഇനി ഇടത്തു വശത്തേക്ക് നോക്ക്, ഒരു പുൽനാമ്പ് പോലുമില്ല. എന്നിട്ട് യജമാനൻ ചിന്നിയ കുടത്തോട് പറഞ്ഞു, നിൻ്റെ ഓട്ടയിൽ നിന്ന് വീണ വെള്ളം വീണ് കിളിർത്ത ചെടികളും പൂക്കളുമാണിത്. ആരാ പറഞ്ഞത് നിന്നെ കൊണ്ട് ഉപകാരമില്ലെന്ന്? നീ ചിന്നിയ കുടമാണെങ്കിലും നീ എനിക്ക് അമൂല്യനാണ്. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മളും വിചാരിക്കും, ഞാനൊരു ചിന്നിയ കുടമാണ്, എന്നെക്കൊണ്ട് വലിയ ഉപകാരങ്ങളൊന്നുമില്ലെന്ന്. അങ്ങനെ കരുതല്ലേ. നമ്മെ സൃഷ്ടിച്ച് നമ്മെ ഉപയോഗിക്കുന്ന നിത്യനായ തോട്ടക്കാരൻ പറയുന്നു, നീ ചിന്നിയ കുടമാണെങ്കിലും നീ എനിക്ക് അമൂല്യനാണ്.
തളർന്നു പോകല്ലേ. നമ്മളുടെ ആ ചെറിയ ഓട്ടയിൽ നിന്ന് വീഴുന്ന വെള്ളം വീണ് കിളിർക്കുന്ന ധാരാളം ചെടികളുണ്ട്. അതെ, നിന്നിലൂടെ ഒരു വസന്തോത്സവം ഉണ്ടാകാൻ പോകുന്നു. നീ അമൂല്യനാണ്. നുറുങ്ങുവെട്ടം